ഈ അടുത്ത് നമ്മുടെ കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ഒരു ഓണസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് നടത്തിയിരുന്നു. അപ്പോൾ ഓൾറെഡി വൈറലായിട്ടുണ്ടായ ഒരു സംഗതിയാണത്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ എന്താണ് ചെയ്യുന്നത്, ചൈനയിലെ സ്റ്റാർട്ടപ്പുകൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഫുഡ് ഡെലിവറി ആപ്പും ഫാൻസി ഐസ്ക്രീം കുക്കീസും ഇൻസ്റ്റൻറ്റ് ഗ്രോസറി ഡെലിവറിയും ബെറ്റിംഗ് ആൻഡ് ഫാൻറ്റസി സ്പോർട്സും ഇൻഫ്ലുവൻസർ റീൽസ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് എക്കണോമി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ചൈനയിൽ EV ആൻഡ് ബാറ്ററി ടെക്, സെമി കണ്ടക്ടർ ആൻഡ് AI, റോബോട്ടിക്സും ഓട്ടോമേഷനും ഗ്ലോബൽ ലോജിസ്റ്റിക്സും ഡീപ് ടെക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചൈന ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഇടതുവശത്ത് കാണുന്ന സംഗതിയൊക്കെ ചൈനയിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ചൈന മറ്റു പല ഏരിയയിലേക്കും കാര്യമായിട്ട് തന്നെ വലിയൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞു. അതേസമയം തന്നെ ഈ ചൈനീസ് ഗവൺമെൻറ് എത്ര $1 ബില്യൺ സ്റ്റാർട്ടപ്പുകൾക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നതെന്നും ഇന്ത്യൻ ഗവൺമെൻറ് എത്ര $1 ബില്യൺ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നതെന്നുള്ള ഒരു കണക്ക് കൂടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പം തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കും. ചൈന ഗവൺമെൻറ് തന്നെ വലിയ രീതിയിൽ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഫുള്ളായിട്ടുള്ള ആൾക്കാർ കുറവാണെന്നുള്ളതാണ്. അതായത് ചൈനയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ പ്രോപ്പർ ക്രാഫ്റ്റ്മെൻ ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചൈനക്കാരൻ്റെ വീഡിയോ വൈറലായിരുന്നു. More than 80% of the luxury bags in the world are made in China. But those luxury brands just won't acknowledge that. They take almost finished bags from China factories back to their own factories and just do the repackaging and logo installing, something like that. That way, the bags will appear at their boutiques as made in Italy or made in France. പുള്ളിക്കാരൻ ആ വീഡിയോ പുറത്തേക്ക് വിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയായിട്ട് നടക്കുന്ന താരിഫ് വാറിൻ്റെ പേരിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയിൽ വന്നിട്ടാണ് പല വലിയ ലക്ഷറി ബ്രാൻഡുകളും അവർ നിസ്സാര പൈസയ്ക്ക് അവരുടെ പേഴ്സ്, ബാഗ്, ഇങ്ങനെ പലവിധ ലക്ഷറി ഗുഡ്സ് ഉണ്ടാക്കും. അതിനുശേഷം അത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാണ്ട് അവിടെ ചെന്നിട്ട് അവർ ലേബലടിച്ചിട്ട് മെയ്ഡ് ഇൻ ഫ്രാൻസ് അല്ലെങ്കിൽ ഇറ്റലി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ വിൽക്കും എന്നുള്ള കാര്യം, വലിയൊരു തുകയ്ക്ക് വിൽക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ഈ ചൈനയിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ ഈ പറയുന്ന സെയിം ക്വാളിറ്റി ലക്ഷറി ഐറ്റംസ് ആർക്ക് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ അങ്ങനെ താരിഫ് വാറിന് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തതാണ്. അല്ലെങ്കിൽ പല ചൈനീസ് മാനുഫാക്ചേഴ്സ് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളി എടുത്തു പറയുന്നൊരു കാര്യമാണ്, ചൈനീസ് വർക്കേഴ്സിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിൻ്റെ മുമ്പിൽ വേറെ ആർക്കും മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പുള്ളിക്കാരൻ അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട്. അത് വലിയ രീതിയിൽ സത്യമാണ്. ഇപ്പം നമുക്കാണെങ്കിലും ആ ഒരു സ്റ്റൈലിൽ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ തന്നെ ഈ ടിം കുക്ക്, ആപ്പിളിൻ്റെ CEO പറഞ്ഞിട്ടുള്ള കാര്യമാണ്, Popular conception is that companies come to China because of low labor cost. I'm not sure what part of China they go to, but the truth is China stopped being the low labor cost country many years ago. The reason is because of the skill, the quantity of skill in one location and the type of skill it is. Like the products we do require really advanced tooling and the precision that you have to have in tooling and working with the materials that we do. ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ കാര്യം ചീപ്പ് ലേബർ അല്ല, ഒരിക്കലും ചൈനയിൽ ചീപ്പ് ലേബർ അല്ല. അവിടെ സ്കിൽഫുള്ളായിട്ടുള്ള പണി അറിയാവുന്ന ചില മെഷീനറീസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചില ടൂളിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഈ പെരുമ്പാവൂർ തന്നെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് യൂണിറ്റുകളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് എസ്പെഷ്യലി ഇപ്പോൾ ഈ ചെയറുകളൊക്കെ അടിക്കാനായിട്ട് ഡൈ ഒക്കെ വരുന്നത് ചൈനയിൽ പോയി, ഇവിടെ മുതലാളിമാരൊക്കെ ചൈനയിൽ പോയി അവിടെ നിന്ന് ഡൈ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ, മേ ബി നമുക്ക് അതിനുള്ള സ്കില്ലില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എഡ്യൂക്കേഷനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള സംഗതിയിലേക്ക് എത്രത്തോളം ഫോക്കസ് പോകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ആക്ച്വലി പറയാൻ വന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ്, അഗ്രിടെക്. അപ്പോൾ അഗ്രിടെക്കിനെ പറ്റി പറയുമ്പോൾ ചൈനയിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫിഷറീസ് റിസർച്ചിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കേസാണ്. ഇപ്പോൾ നമുക്കറിയാലോ ഈ കല്ലുമ്മക്കായ, അതുപോലെ തന്നെ ഓയിസ്റ്റർ, ഇപ്പോൾ ഇതൊക്കെ പെടുന്നത് ബൈവാൽവ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പെടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ സംഭവങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ എക്സ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ ലോകത്തിലെ 85% കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ഈ ചൈനക്കാരുടെ കയ്യിൽ ഇതിങ്ങനെ ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ മാസമായിട്ട് ഈ സാധനം അക്വാകൾച്ചർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് അവരുടെ ഒരു ടെക്നോളജി ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ
ഇന്ത്യയിലുള്ള ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ ഈ ഒരു ഫിഷറീസ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കോ അതെന്താ സംഭവം എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ചൈനക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആ ടെക്നോളജി ഒന്നും വെച്ചിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിസർച്ചിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ഇവർ ഒരിക്കലും ഷെയർ ചെയ്യില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യവും ഇവർക്കില്ല. കാരണം വെറുതെ എന്തിനാണ് കോമ്പറ്റീറ്റേഴ്സിന് ഇവരുടെ നോളജ് കൊടുക്കുന്നത്? ആരും ഇത് ചെയ്യില്ല. ഒരു മനുഷ്യനും ചെയ്യാത്തൊരു കാര്യമാണ്. അവർക്ക് സ്വന്തമായിട്ട് അറിയാവുന്ന ഒരു ഏരിയയിലേക്ക് വെറുതെ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൊടുത്ത് അവർക്ക് വെറുതെ കോമ്പറ്റീഷൻ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ദാറ്റ്സ് കോമൺ സെൻസ്. അപ്പോൾ ഈ കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈക്രോ ഗ്രീൻസ്, അതുപോലെ തന്നെ കുങ്കുമപ്പൂവിൻ്റെ കൃഷി. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പരിപാടിയാണ്. ലക്ഷങ്ങൾ മാസ വരുമാനം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇൻഫോർമേഷനൊക്കെ പുറത്തേക്ക് വിടുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, എന്തിനാണ് ഇവർ സ്വന്തമായിട്ടൊരു മാർക്കറ്റും ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ ഇതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്? കാരണം ഇപ്പോൾ ഒരു കട തുടങ്ങിയാൽ തന്നെ, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കട തുടങ്ങി അതിന് കച്ചവടം ഉണ്ടെന്നുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേറൊരുത്തം പോയി ഓപ്പോസിറ്റ് കട തുടങ്ങും. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ രീതി. അത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഈ ആൾക്കാർ ഇത് പബ്ലിക്കലി ഷെയർ ചെയ്യുന്നതെന്നുള്ള കാര്യം എൻ്റെ മനസ്സിലേക്ക് തോന്നിയതാണ്. അപ്പോൾ ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞ സംഭവം ചിലപ്പോൾ നിങ്ങളാണെങ്കിലും കണ്ടിട്ടുണ്ടോ, എന്താ സംഭവം എന്നുള്ള അറിയാലോ. അപ്പോൾ ഒരു സൂപ്പർ ഫുഡ് എന്നുള്ള രീതിയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ പരസ്യമൊക്കെ വലിയ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വളരെ ക്ലോസ് റിലേറ്റീവ് ഈ സംഭവം കണ്ടിട്ട് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുന്ന സംഗതിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു. കാരണം ഇതിനകത്തേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC വേണം, അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ റാക്ക് വേണം, പിന്നെ വേറെയും ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, FSSAIയുടെ ലൈസൻസ് വേണം. അപ്പോൾ അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്ന മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞ സാധനം വിറ്റിട്ട് വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടേറിയൊരു ടാസ്ക് ആണെന്നുള്ള കാര്യം ഈ സംഭവം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ അവരൊരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്തു. നമ്മളീ പറഞ്ഞ പോലെ അതിനെ നെഗറ്റീവ് അടിക്കാൻ നിന്നില്ല. അവർ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള മൈൻഡിൽ നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് ക്ലച്ച് പിടിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, അവർ മറ്റേ പാർട്ടി എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ അവരായിട്ടാണോ കോമ്പറ്റീഷൻ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു മറ്റവരുടെ ഒരു ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ ഗ്രീൻസിൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആക്ച്വലി ഇവരുടെ പ്രൊഡക്റ്റ് ഒരിക്കലും മൈക്രോ ഗ്രീൻസ് അല്ലായിരുന്നു, അത് ഈ ഫെസിലിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആക്ച്വൽ ബിസിനസ്. അപ്പോൾ ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് അവരുടെ പരസ്യത്തിനുള്ള ടൂള് മാത്രമായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറയുന്ന ഈ കുങ്കുമപ്പൂവിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്ന സംഗതിയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ചാനലിലൊക്കെ ഇതിൻ്റെ ഒരു സംഭവം കണ്ടിരുന്നു. കേരളത്തിൽ ഇങ്ങനെ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നു വീടിനകത്ത്. അപ്പോൾ അതിൻ്റെ സംഭവം തപ്പി പിടിച്ച് പോയപ്പോഴാണെങ്കിൽ അതൊരു അഗ്രിടെക് കമ്പനി എന്നുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കൺസൾട്ടൻസി കൊടുക്കുന്ന ഒരു സംഗതിയാണ്. ആക്ച്വലി ഇവരുടെ പ്രൊഡക്റ്റ് ഒന്നും ഈ കൃഷി ചെയ്ത് കിട്ടുന്ന സാധനങ്ങളല്ല, അല്ലെങ്കിൽ അത് വിറ്റിട്ടുള്ള പരിപാടിയല്ല. ഇവർ യഥാർത്ഥത്തിൽ ഈ സർവീസ് അല്ലെങ്കിൽ കൺസൾട്ടൻസി പരിപാടി ചെയ്തിട്ടാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. ഈ സാധനം ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വിറ്റ് പോവോ ബ്രേക്ക് ഈവൻ ആവോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ലാഭം കിട്ടുമോ എന്നുള്ളതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ല. ദാറ്റ്സ് ദെയർ റിയൽ ബിസിനസ്. അപ്പോൾ അതാണ്, ആരും ആരുടെയും ഒറിജിനൽ ബിസിനസ് ആരും ഒരിക്കലും ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഒരിക്കലും സ്കാം ആണെന്ന് പറയില്ല, ബട്ട് അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഗായ്സ്, വാട്ട് ഡു യു തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.